മലബാറിലെ സീറ്റ് പ്രതിസന്ധിയിൽ മലപ്പുറത്ത് MSF പ്രതിഷേധം. മലപ്പുറം RDD ഓഫീസിലേക്ക് MSF പ്രതിഷേധമായി എത്തി. RDD ഓഫീസ് പൂട്ടിയിട്ടു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. മാന്യമായി സമരം ചെയ്ത കേസുകാരെ അക്രമത്തിനിരയാക്കിയാണ് ഈ സമരം ഇവിടെ അവസാനിക്കുന്നില്ല. ഈ സമരം ഇവിടെ അവസാനിക്കുന്നില്ല. മലപ്പുറം ജില്ലയിൽ കേരള വിദ്യാർത്ഥി യൂണിയന്റെ ശക്തമായ സമരം ഇനി അങ്ങോട്ട് നേതൃത്വം കൊടുക്കും. കളക്ടറേറ്റിന്റെ അകക്കളത്തിലേക്ക് കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തനം കളഞ്ഞ് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുമെന്ന് പ്രഖ്യാപനം നടത്തുക. പ്രിയമുള്ളവരെ, പോലീസുകാർ അതിദാരുണമായി ആക്രമിച്ച കേസുകാരെ അറസ്റ്റ് ചെയ്ത് നീക്കാനൊന്നും ഈ സമരം ഇവിടെ അവസാനിക്കില്ല. ഈ സമരം തുടരും. ഈ സമരം തുടരുക തന്നെ ചെയ്യും. പോരാട്ടം അവസാന സീറ്റ് കിട്ടിയതായിരിക്കും ഈ സമരത്തിന്റെ അന്ത്യം. ഈ ബാക്കിയുള്ള വിദ്യാർത്ഥികളെ എന്ത് ചെയ്യും എന്ന ചോദ്യമാണ് പ്രധാനപ്പെട്ട. അരുൺ അമർനാഥ് വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുകയാണ്. അരുൺ, ഈ +2 സീറ്റ് വിഷയം വലിയ തോതിൽ പ്രശ്നഭരിതമാവുകയാണ്. KSUവിന്റെ നേതൃത്വത്തിൽ MSFന്റെ നേതൃത്വത്തിലൊക്കെ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം ഉണ്ടാവുകയാണ്. പാലക്കാടും മലപ്പുറത്തും കോഴിക്കോടുമൊക്കെ സമരവും RDD ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? മാധു, തുടർച്ചയായ പ്രതിഷേധങ്ങൾ മാധു സൂചിപ്പിച്ചതുപോലെ തന്നെ +1 സീറ്റ് പ്രതിസന്ധിയിൽ തുടർച്ചയായ പ്രതിഷേധങ്ങളാണ് MSFും KSU ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ സംഘടിപ്പിച്ചത്. നേരത്തെ RDD ഓഫീസ് ഉപരോധിച്ചുകൊണ്ട് MSF പ്രവർത്തകരാണ് ആദ്യം എത്തിയത്. ഈ 6ഓളം പ്രവർത്തകർ എത്തി ഓഫീസ് പുറത്തുനിന്ന് പൂട്ടിയാണ് പ്രതിഷേധിച്ചത്. അവരുടെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയത്തിന് മുന്നിലുള്ള പ്രതിഷേധത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. KSU പ്രവർത്തകർ ഇവിടെ നേരത്തെ തന്നെ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു ഈ പ്രതിഷേധം അറിഞ്ഞുകൊണ്ട് തന്നെ. പക്ഷേ മറ്റൊരു വഴിയിലൂടെ മതിൽ ചാടിയെത്തിയാണ് പ്രവർത്തകർ എത്തിയത്. എന്നിട്ട് ഉള്ളിലേക്ക് കടക്കാനുള്ളൊരു ശ്രമം നടത്തി. അപ്പോൾ ആ പ്രവർത്തകരെ ഇവിടുന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതാണ് നമ്മൾ കാണുന്നത്. വലിയ തരത്തിലുള്ളൊരു പ്രതിസന്ധി ഈ +1 സീറ്റ് വിഷയത്തിൽ അവശേഷിക്കുന്നുണ്ട്. അതായത് ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ഇന്നലെ 3ാം അലോട്ട്മെന്റും +1 അലോട്ട്മെന്റും പൂർത്തിയായതാണ്. 32,410 കുട്ടികൾക്കാണ് ഇനി ഈ പ്രവേശനം ലഭിക്കാതെ പുറത്തിരിക്കുന്നത്. 44 സീറ്റുകൾ മാത്രമാണ് മെറിറ്റിൽ അവശേഷിക്കുന്നത് എന്നുള്ള സങ്കീർണമായ ഒരു സ്ഥിതിവിശേഷം തന്നെയാണുള്ളത്. അതായത് സ്പോർട്സ്, മാനേജ്മെന്റ്, മറ്റ് കോട്ടകളിലായി 6000 സീറ്റ് കൂടിയുണ്ട്. അങ്ങനെ വന്നാൽ പോലും 25,000 കുട്ടികൾക്ക് സീറ്റ് ലഭിക്കാതെ പുറത്താകുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാകും ഉണ്ടാവുക. അത്തരത്തിലാണ് ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനകളുടെ തുടർച്ചയായ ശക്തമായ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. MSFന്റെയും KSUവിന്റെയും പ്രതിഷേധമാണ്. മലപ്പുറത്ത് എയ്ഡഡ് സ്കൂളുകളിൽ 30%, അൺഎയ്ഡഡ് സ്കൂളുകളിൽ 20% സീറ്റ് വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശമെടുത്തിരുന്നു. ഇതുകൊണ്ടും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നമുണ്ടോ ആ മേഖലയിൽ? സീറ്റ് വർധനവ് കൊണ്ട് എന്താ, അതാണ് നേരത്തെ തന്നെ സഭയിൽ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് ചോദിച്ച ചോദ്യം. ഈ അധിക ബാച്ചുകൾ അനുവദിക്കുന്നത് എന്തിനാണ്? സീറ്റ് പ്രതിസന്ധി ഇല്ലെന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി ആദ്യം പറഞ്ഞത്. പക്ഷേ ഈ സീറ്റ് പ്രതിസന്ധി ഞാൻ പറഞ്ഞ കണക്കുകളിലേക്ക് തന്നെ നേരത്തെ വരെ 80,000-ഓളം കുട്ടികളാണ് +1നായി അപേക്ഷിച്ചിട്ടുള്ളത്. അതിൽ 50,000 പേർക്കാണ് ഇപ്പോൾ അഡ്മിഷൻ, ഈ 3 അലോട്ട്മെന്റ് പൂർത്തിയാകുമ്പോൾ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത്. ഈ 30,412 കുട്ടികൾ ഇപ്പോൾ പുറത്താണ്. ഇനി 44 സീറ്റുകളാണ് മെറിറ്റിൽ അവശേഷിക്കുന്നത്. ബാക്കി സീറ്റുകൾ കൂടി കണക്കിലെടുക്കുമ്പോൾ 6,517 സീറ്റുകൾ സ്പോർട്സ് കോട്ട, മാനേജ്മെന്റ് കോട്ട, മറ്റ് കോട്ടകളിലായി ഇതര കോട്ടകളിലായി അവശേഷിക്കുന്നുണ്ട്. എങ്കിൽ പോലും 20,000-ഓളം എന്നൊരു വിശേഷമാണ് ഇതിന്. അരുൺ അമൃതാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. +1 സീറ്റ് ലഭ്യമാകാത്തതിനെ തുടർന്ന് വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടാവുകയാണ്. മലപ്പുറത്ത് RDD ഓഫീസ് MSF പ്രവർത്തകർ പുറത്തുനിന്ന് പൂട്ടി.
സമരവും പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. സമാധാനപരമായ സമരത്തെ അക്രമത്തിന്റെ പാതയിലൂടെ നേരിടുകയാണ് പോലീസ് ചെയ്യുന്നത് എന്ന് ആരോപിച്ചുകൊണ്ടാണ് MSF പ്രവർത്തകർ അറസ്റ്റ് വരിക്കുന്നത്. ഈ സമരം ഇവിടെ തീരില്ല, ഇതിനൊരു പരിഹാരം കാണാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളതാണ് പ്രവർത്തകർ ഉയർത്തുന്ന മുദ്രാവാക്യം. സീറ്റുകൾ വേണം സർക്കാർ, കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് മലപ്പുറത്തെ മക്കൾക്ക് സീറ്റുകളില്ല സർക്കാർ. MSF സിന്ദാബാദ്. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതുവരെ സമരം എന്നുള്ളതാണ് MSFന്റെയും KSUവിന്റെയും ഒക്കെ നിലപാട്. വിദ്യാഭ്യാസ വകുപ്പും മന്ത്രിയും സർക്കാരും എടുക്കുന്ന സമീപനം ധിക്കാരപരമാണ് എന്നുള്ളതാണ് MSFന്റെ നിലപാട്. കഴിഞ്ഞ ദിവസം ലീഗും ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഏതാണ്ട് 50,000-ഓളം വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിനുള്ള സൗകര്യമില്ല എന്നുള്ളതാണ് ലീഗ് ഉയർത്തുന്ന വലിയ പ്രശ്നം. അതിനെ തുടർന്ന് ലീഗ് ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നം ഇപ്പോൾ ഏതാണ്ട് 32,000-ഓളം പേർക്ക് 3 അലോട്ട്മെന്റുകൾക്ക് ശേഷവും ഇനി സപ്ലിമെന്ററി അലോട്ടുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അപ്പോഴും 32,000 വിദ്യാർത്ഥികൾ തുടർ പഠനത്തിന് യോഗ്യതയുള്ള വിദ്യാർത്ഥികൾ ഉണ്ട്, അവർക്ക് സീറ്റ് കിട്ടാത്ത സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം KSU നടത്തിയ മാർച്ചിൽ, RDD ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ കിട്ടിയ വിദ്യാർത്ഥികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടാണ് അത്തരം പ്രതിഷേധങ്ങൾ നടത്തിയത്. അതായത് മുഴുവൻ വിഷയങ്ങൾക്കും A+ കിട്ടിയിട്ടും തുടർ പഠനത്തിന് ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്നില്ല എന്നുള്ള വളരെ പ്രസക്തമായ ന്യായമായ ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് വിദ്യാർത്ഥികൾ സമരത്തിനും പ്രതിഷേധത്തിനും വരുന്നത്. പോലീസിന്റെ അതിക്രമം ഉണ്ടല്ലോ, കയ്യും കെട്ടി നോക്കിയില്ല. KSUവിന്റെ പ്രവർത്തകരെ ജില്ലന്റെ പല ഭാഗത്തും വന്നുകൊണ്ടിരിക്കുക. ഈ സമരം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കൂല. മലപ്പുറത്തെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ പഠിക്കണം. നേരത്തെ അരുൺ അമൃത്നാഥ് നൽകിയ വിശദാംശങ്ങൾ അനുസരിച്ച് 32,000-ഓളം വിദ്യാർത്ഥികളാണ് ഇപ്പോഴും +1 പ്രവേശനം ലഭ്യമാകാതെ സീറ്റില്ലാതെ നിൽക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ്. നിയമസഭയിലടക്കം ഈ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം AN ശംസുദ്ദീൻ ചോദിച്ചത് 27 കോടി മുടക്കാനുണ്ട് കേരളത്തിന്, അധിക ബാച്ചിന് 20 കോടി മുടക്കാനില്ലേ വിദ്യാർത്ഥികളുടെ ഭാവിക്ക് എന്നുള്ളതായിരുന്നു. ഇത്തരത്തിൽ സർക്കാരിന്റെ പ്രയോറിറ്റി എന്താണ്, ഏത് കാര്യങ്ങൾക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നത് എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് അധിക ബാച്ചില്ലാതെ വിദ്യാർത്ഥികൾക്ക് പ്രവേശനത്തിന് സൗകര്യമില്ലാതെ നിങ്ങൾ പോളിടെക്നിക്കിന് പൊയ്ക്കോളൂ എന്നുള്ള ഉപദേശം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെയും മന്ത്രിയുടെയും സർക്കാരിന്റെയും തീരുമാനമെങ്കിൽ അതിന് എതിരെ പ്രതിഷേധം എന്നുള്ളതാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ തീരുമാനം. അതുകൊണ്ടാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസ്ഥാനത്ത് പ്രത്യേകിച്ചും മലബാർ മേഖല കേന്ദ്രീകരിച്ച KSUവിന്റെയും MSFന്റെയും ഒക്കെ പ്രതിഷേധമുണ്ടാകുന്നത്. ഇപ്പോൾ മലപ്പുറത്ത് RDD ഓഫീസ് പുറത്തു നിന്ന് പൂട്ടിയിരിക്കുകയാണ്. MSFന്റെ പ്രവർത്തകർ അവിടെ വലിയ സമരവും പ്രതിഷേധവുമാണ് MSFന്റെ പ്രവർത്തകർ ഉയർത്തിയത്. അവിടെ പ്രതിഷേധത്തിനെത്തിയ വിദ്യാർത്ഥി നേതാക്കളെയൊക്കെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന പോലീസ് നടപടിയാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. പക്ഷേ എത്രത്തോളം ബലം പ്രയോഗിച്ചിട്ടാണെങ്കിലും സമാധാനപരമായി മാന്യമായ സമരം നടത്തിയവരെയാണ് അക്രമത്തിലൂടെ പോലീസ് പിടിച്ചുകൊണ്ടുപോകുന്നത്, അക്രമത്തിന് പാതയിൽ നേരിടുന്നത് എന്നുള്ളതാണ് വിദ്യാർത്ഥി നേതാക്കളുടെ ആരോപണം. പക്ഷേ ഇതുകൊണ്ട് ഈ സമരം അവസാനിക്കില്ല, സർക്കാരിനെ കൊണ്ട് മറുപടി പറയിക്കും എന്നുള്ളതാണ് MSFന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ MSFന്റെയും KSUവിന്റെയും ഒക്കെ പ്രതിപക്ഷ യുവജന സംഘടനകളുടെ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം.